This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. അത്ര വേഗം മായ്ച്ചു കളയാവുന്ന ഒന്നല്ല. അതേ ഭൂതകാലം പരമരഹസ്യമാവുകയും അത് വർത്തമാനകാലത്തിലേക്ക് കൂടി വേര് പടർത്തി വളരുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ രഹസ്യങ്ങളുടെ ചരടുകൾ നേർക്കും പൊട്ടും. നമുക്ക് കൂടുതൽ അറിയാം കർണാഭരണ വിശേഷങ്ങൾ. ക്ഷണിക്കുന്ന പുസ്തക പരിചയത്തിനായി ശ്രീമതി റീന സലീം. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഷാബു, മുരളി സർ, ധന്യ, ചേച്ചി, മറ്റ് പ്രമുഖ വ്യക്തികളെ, മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, കർണാഭരണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബുക്ക്. ധന്യ അജിത്തിൻ്റെ കർണാഭരണം വായിച്ചു. പ്രിയമുള്ളവരെ, കർണാഭരണം, ധന്യ അജിത്തിൻ്റെ കർണാഭരണം ഉഴുകുന്നിൻ്റെ കഥയാണ്, കുമ്പന്നൂരിൻ്റെയും. നമ്മൾ സ്ഥിരം കാണുന്ന ഒരുപാട് ജീവിതങ്ങളെ പാപവും പുണ്യവും ഇടകലർന്ന് ഒഴുകുന്ന ഒരു നദി പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും കാണുന്ന പല മുഖങ്ങളുമായി ഇതിലെ കഥാപാത്രങ്ങൾക്ക് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമുക്കത് തോന്നും, ഇവരെ നമുക്കറിയാം, ഇവരെ നമ്മൾ ജീവിതത്തിൻ്റെ ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്കിതിൽ കാണാൻ പറ്റും. ഒഴുകുന്നാണ് ഇതിൻ്റെ സെറ്റിംഗ് എങ്കിൽ പോലും കുമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലവും ഇതിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി ഞാൻ ഈ ഒരു കൃതി വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഗ്രാമ്യ ഭംഗിയോടുള്ള ഒരു കമ്പാഷൻ, അതൊരു പക്ഷെ നമുക്ക് ഈ വായനയിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴും മോഡേണായി ചിന്തിക്കുകയും മോഡേണായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും ഗ്രാമഭംഗിയോടും ഗ്രാമത്തിലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തോടും നമുക്ക് എപ്പോഴും മനസ്സിലൊരു സ്പേസ് നമ്മൾ ഒഴിച്ചിടാറുണ്ട്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഈ ഒരു കൃതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ തച്ചരത്തോടെ ഇറങ്ങി കൊച്ചാട്ടൻ്റെ ചായക്കടയിലൂടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ചിതലിമഴയുടെ താഴ്വാരത്തിലുള്ള ഖസാക്കിലൂടെ ഒരു യാത്ര പോയതാണോ എന്ന് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു കഥാഗതിയും കഥ പറച്ചിലുമാണ് ധന്യ ഈ ഒരു പുസ്തകത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ഇതിലെ ഒരുപാട് കഥാപാത്രങ്ങൾ അവർ ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ്. സമൂഹത്തിന് വളരെ വലിയൊരു തെളിവായിട്ട് ഈ കുട്ടിയുടെ ഇടത് ചെവിയിൽ ഒരു മറുകുണ്ട്. അതിനെ ആയിരിക്കണം ധന്യ കർണാഭരണം എന്ന് വിശേഷിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഈ കഥയുടെ ഒരു അടിസ്ഥാനം. പിന്നെ ഇതിൽ കടന്നു പോകുന്ന ഒരുപാട് സമകാലീന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്കത് തോന്നിയിട്ടുള്ളത് ഒരു മെസ്സേജ് എന്ന ഒരു സന്ദേശം, ഈ ഒരു കൃതിയുടെ, ഈ നോവലിന്റെ ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു വാക്യമാണ്, ഒരു കോട്ടാണ്. Darkness cannot drive out darkness. Only light can do that. Hate cannot drive out hate. Only love can do that. ഈ ഒരു സന്ദേശമാണ് എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ തോന്നിയത്. കാരണം ഇതിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമായ യശോദ, അവരൊരു വേശ്യാസ്ത്രീയാണ്, വളരെ സുന്ദരിയായിട്ടൊരു വേശ്യാസ്ത്രീയാണ്. അവര് ഇതിലെ തന്നെ മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളായ ലൂക്കയോടും ഉമ്മനോടും പറയുന്നുണ്ട്. ഈ ലൂക്ക ഉമ്മൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ വളരെ പ്രമുഖനായ ഒരു മനുഷ്യന്റെ മകനാണ് ലൂക്ക. ആ ലൂക്കയുടെ കൂട്ടുകാരനാണ് നമ്മുടെ ഉമ്മൻ. അപ്പൊ ഇവര് നാട്ടിലെ എല്ലാ സകലമാന കുരുത്തക്കേടുകളും കാട്ടുന്നവരാണ്. രാത്രി അവരെ നിശാചരൻ ഈ നോവല് വിളിക്കുന്നത്. രാത്രിയാണ് ഇവരുടെ എല്ലാ കൂത്താട്ടങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇവർ യശോദയെ രാത്രി പലയിടങ്ങളിലും വെച്ച് കാണുന്നുണ്ട്. അപ്പൊ യശോദ പറയുന്നുണ്ട് ഇവരോട്, നിങ്ങൾ ഈ ഇരുട്ടിൽ കാണാത്തത് ഒന്നുണ്ട്, അതെന്താണ്? അത് ലൈറ്റാണ്, അത് വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഡാർക്ക് സൈഡ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്. അത് വെളിച്ചത്തിന് മാത്രമേ നമ്മളെ അങ്ങോട്ട് നയിക്കാൻ പറ്റുള്ളൂ. ആ വെളിച്ചം കാണാനുള്ള ഒരു കണ്ണ് നമുക്ക് ഉണ്ടാകണം എന്നാണ് യശോദ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ ഈ ഒരു സന്ദേശമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു നോവൽ നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. ഡാർക്കിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇരുളിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പരാതി പറയുമ്പോഴും ഒരു നിറഞ്ഞു കത്തുന്ന ഒരു
ഇരുട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ കൈത്തിരി കത്തിച്ചു വെക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അതിന്റെ ഒരു ചോദ്യം കൂടി നമ്മളോട് ഈ ഒരു നോവൽ പറയുന്നുണ്ട്. പിന്നെ ഇതിലൂടെ ധന്യ പറയാതെ പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ധന്യയോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ധന്യ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഈ ഒരു നോവലിലൂടെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിവേ ഇതില് പൊളിറ്റിക്കലായിട്ട് ചില കാര്യങ്ങൾ കടന്നു വരുന്നു. അതായത് 1977-80 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വാസെക്ടമി, ട്യൂബെക്ടമി, അതായത് പിന്നെ നമ്മളുടെ സന്താന നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന്റെ കുറച്ച് പൊളിറ്റിക്സ് ഇതിൽ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഒരു പിന്നെ വലിയ പ്രശ്നമായിട്ടുള്ള വിശപ്പ്, അതുപോലെ ലിംഗവിവേചനം, ഇതെല്ലാം കടന്നു വരുന്നുണ്ട് ഇതിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവാലനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള കൊച്ചു പെണ്ണും കൂടെ ഇവര് വാസെക്ടമി, ട്യൂബെക്ടമി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബക്കറ്റും 60 രൂപയും കിട്ടുന്നുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലിംഗവിവേചനം ഇതിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞു പെണ്ണ് എന്ന് പറയുന്നത് അവരും ഈ ഫെമിനിസത്തിന്റെ ഒരു അടയാളമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പല തരത്തിലുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ പാപവും പുണ്യവും ഇടകലർന്ന് ഒഴുകുന്ന ഒരു നദി പോലെ വളരെ സോഫ്റ്റായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കഥയാണ് ഈ കർണാഭരണം എന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാനസിക സമ്മർദ്ദവും സങ്കടനവും അനുഭവിക്കുന്ന കഥാപാത്രങ്ങൾക്കിടയിലും അവർ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അതായത് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി ഒരു കുഞ്ഞിനെ സമ്മാനിക്കുമ്പോൾ ആ ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു വെറുപ്പ് കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ കൊച്ചുമോൻ. പക്ഷേ അവരുടെ ഉള്ളിലെ ഭർത്താവിനോട് അമിതമായ സ്നേഹമുണ്ട്. അത് അവർക്ക് ഒരു പ്രകടിപ്പിക്കുന്നില്ല. കാരണം അവരൊരു ഫെമിനിസ്റ്റിക് ചിന്താഗതിക്കാരിയാണ്. അവരുടെ അവസാനം വരെ അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ഭർത്താവിനോട് അമിതമായ സ്നേഹം സൂക്ഷിക്കുന്നവരാണ് അവർ. അതേപോലെ തന്നെ അച്ഛനും മകനും, ഈ ലൂക്ക എന്ന കഥാപാത്രം നമ്മുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് അവസാനിക്കുകയാണ്. അതുപോലെ ഉമ്മൻ. ഇതിനെക്കുറിച്ച് പറയുകയാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇതിനെ കൂടുതലായിട്ട് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തോട് തന്നെയാണ്. ഏതായാലും നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം, ഇഷ്ടപ്പെടും. ഖസാക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഒഴുകുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ധന്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ആകാംക്ഷപരമായ ഒരു പുസ്തകത്തിന്റെ അകത്താളുകളാണ് നമുക്ക് മുൻപിലേക്ക് തുറന്നു വെച്ചത്. നന്ദി ശ്രീമതി റീന സലീം. ഇനി നമുക്ക് പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കാം. പ്രകാശനത്തിന് ക്ഷണിക്കുന്നു ശ്രീ ഷാബു കിളിത്തട്ടിൽ. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ മുരളി മാഷ്. മനോഹരമായ കർണാഭരണം നമുക്ക് മുൻപിലേക്ക് പ്രകാശിതമായിരിക്കുകയാണ്. ഹിറ്റ് 96.7 സ്പെഷ്യൽ ന്യൂസുമായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബാക്കി പറയും. ഷാബു ക്ഷണിക്കുന്നു, പ്രിയപ്പെട്ട ഷാബുവിന്. പറയുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊരു ബിൽഡപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാൻ. ഞാൻ അധികം സമയം എടുക്കില്ല, കാരണം ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. മാത്രമല്ല ധന്യ പറയുന്നത് കേൾക്കാനാണ് എനിക്കും ഒരു താല്പര്യമുണ്ട്. കാരണം ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ നോവല് ഒന്ന് ധന്യയുടെ കൂടെ വന്ന എത്ര പേരുണ്ട്, ധന്യ അറിയുന്ന എത്ര പേരുണ്ട്? ബഹുഭൂരിപക്ഷം ആൾക്കാരും ധന്യ അറിയുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ധന്യക്ക് വലിയ പ്രായമൊന്നുമില്ല എന്ന് ആണ് ഞാൻ ഇതിൻ്റെ ഓദറിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ ഇതിൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു 10-24 കൊല്ലം മുമ്പ് മനസ്സിൽ തോന്നിയ ഒരു ഇതിവൃത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 24 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-20 വയസ്സ് അല്ലേ, അതിലും കുറവാണ്. അതായത് ഒരു സ്കൂൾ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ അതൊരു ചെറിയ ചിന്തയല്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞേ, ഇതൊരു സാങ്കല്പികമായ ഒരു ഗ്രാമത്തെക്കുറിച്ചിട്ടുള്ള
നേരത്തെ ശ്രീമതി റീന പറഞ്ഞതുപോലെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ വിഷയത്തിൻ്റെ ഒരു ആശയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നോവലാണ് എന്നാണ്. അതായത് ഈ പറഞ്ഞ സന്താന നിയന്ത്രണം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു 18, 19 അല്ലെങ്കിൽ 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ അത് ഉണ്ടാകണമെങ്കിൽ ആ ചിന്ത ഒരു ചെറിയ ചിന്തയല്ല എന്നെനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ചിന്തിച്ച് 10-24 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ആശയത്തിൽ നിന്ന്, ഒരു രാഷ്ട്രീയപരമായ ഒരു ആശയത്തിൽ നിന്ന് ഒരു സാങ്കല്പിക ഗ്രാമത്തിലേക്ക് അതിനെ പറിച്ചു നടണമെങ്കിൽ ഈ കുട്ടി ചെറിയൊരു കുട്ടി ആയിരുന്നില്ല അന്ന് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ധന്യയെ അറിയുന്നവരും അറിയാത്തവരും ഇതൊന്ന് വായിക്കണം. ഞാൻ ധന്യയുടെ 2ാമത്തെ പുസ്തകമാണിത്. ആ 2ാമത്തെ പുസ്തകം വായിക്കുമ്പോൾ ഭാഷയ്ക്ക് കുറച്ചുകൂടി മുറുക്കം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ദൃഢമായിട്ടുണ്ട് എന്ന് ഞാനിവിടെ ധന്യയോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ മനോഹരമായി ഈ ഷാർജ ബുക്ക് ഫെയറിൽ പുറത്തിറങ്ങിയിട്ടുള്ള നോവലുകളിൽ, അതായത് പ്രവാസ ലോകത്ത് നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള നോവലുകളിൽ ഒരു സാങ്കല്പികമായ ഒരു കഥാ പശ്ചാത്തലം സൃഷ്ടിച്ചിട്ടുണ്ട്, ഇറക്കിയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള മനോഹരമായ നോവലുകളിൽ നിന്നാണ്. ഞാൻ എല്ലാ പുസ്തക പ്രകാശനത്തിനും ഈ മനോഹരം എന്ന വാക്ക് പ്രയോഗിക്കാറില്ല. ഇത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഭാഷയ്ക്ക് ഒരു മുറുക്കമുണ്ട്, മാത്രമല്ല പശ്ചാത്തലത്തിന് വളരെ ഭംഗിയുണ്ട്. എന്നെ അതിശയിപ്പിച്ചു. കാരണം ഇതിൽ സംസാരിക്കുന്ന ഭാഷ ഒരു ഗ്രാമത്തിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ പറയുകയാണെങ്കിൽ കുന്നും മലയും വെള്ളവും നിറഞ്ഞ ഒരു കിഴക്കൻ നാട്, അതാണ് ഒഴുകുന്ന് എന്ന നാട്. പക്ഷേ കല്ലുമലയുടെ തെക്കേ കോണിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അടിവാരത്തിലൂടെ ഒട്ടും തുളുമ്പാതെ ഒതുക്കത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന തച്ചിറത്തോട് അരുകി ചേർന്ന് പച്ചയിൽ സ്വർണം വിളഞ്ഞ് നിൽക്കും പോലെ ഒഴുവേലിപ്പാടം കിഴക്ക് ഭാഗത്തെ കുന്നിൻ ചെരുവിന് താഴെയായി ഒഴുകുന്നതിന്റെ വിശ്വാസമായ കരിമുട്ടത്ത് കാവ് സങ്കല്പമാണെന്ന് ആലോചിച്ചു നോക്കുക. ഒരുപക്ഷെ ധന്യയുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പശ്ചാത്തലമായിരിക്കണം, എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ട്, ഒരു മുറുക്കമുണ്ട്, ഒരു ദൃഢതയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലുടനീളം കാണാൻ സാധിക്കും. വായിക്കാൻ തീർച്ചയായിട്ടും ധന്യയോടൊപ്പം വന്നവർക്ക് മാത്രമല്ല, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു പുസ്തക പ്രകാശനത്തിൽ വന്നിരിക്കുന്നത് ഓദറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരിക്കും. ഓദറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൈപ്പറ്റുന്ന പുസ്തകം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലാവുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ പുസ്തകം നല്ലതാണെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ആ ഉത്തരവാദിത്തമുള്ളത്. ധന്യ എന്ന എഴുത്തുകാരിയെ വളർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. തികച്ചും വാല്യബിളായിട്ടുള്ള വീക്ഷണം. നന്ദി ഷാബു. ഇനി ക്ഷണിക്കുന്നു ഈ അക്ഷരലോകത്തിന്റെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാൻ ശ്രീമരണി ഭാഷണം. ഈ ആൾക്കാരെങ്ങനെ പറഞ്ഞ് കൊല്ലം, അത് വലിയൊരു കഷ്ടമാണ്. ശരി, കൊല എന്ന് പറയുന്നത് ഇങ്ങനെയും കൊല്ല. എനിക്ക് പറയാനുള്ളത് അതല്ല. എനിക്ക് ധന്യയോട് ഭയങ്കര അസൂയയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കവിതയൊക്കെ കുറേ എഴുതുന്നുണ്ട് ഞാൻ, പക്ഷേ നല്ലൊരു കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഗീതേച്ചിയോടും ഉണ്ട് അസൂയ, ഒക്കെ അസൂയാണ്. അതേ അപ്പുറത്ത് റസീനി ഇരിക്കുന്നുണ്ട്. ഇവരോടൊക്കെ നമുക്ക് ഭയങ്കര അസൂയാണ്. ശരി, കവിത 5 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതി തരാം, പക്ഷേ കുറേ കഥ എഴുതാന്ന് നോക്കിയിട്ട് കയ്യിൽ ഒതുങ്ങാത്തൊരു സാധനമാണ്. പക്ഷെ ധന്യ അത് എഴുതുമ്പോൾ ഞാൻ ഷാബു വായിച്ചോടത്ത് തന്നെ വായിക്കാൻ പോവാണ്, എന്നോട് ക്ഷമിക്കണം. കാരണം ഞാനും തെരഞ്ഞു വെച്ചത് അതാണ്. നോക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഗതി എഴുതുമ്പോൾ ഭാഷയില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ അദ്ദേഹം ഉപയോഗിക്കുക കംപ്ലീറ്റ് ആ പത്തനംതിട്ട ഭാഷയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിൽ അദ്ദേഹം ഉപയോഗിക്കുക പരിപൂർണമായിട്ട് അടൂർ ആ പ്രദേശങ്ങളിലുള്ള ഭാഷയാണ്. ഇത് അടൂരിൻ്റെ ഒരു സന്തതി തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രാദേശിക ഭേദത്തെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് തകഴി വലിയ എഴുത്തുകാരനാണെന്ന് പറയുന്നത്, ബഷീറിനെ നമ്മൾ പറയുന്നത്, ഓരോരുത്തരെയും നമ്മൾ പറയുന്നത് അവരുപയോഗിക്കുന്ന, ഇനി റീന ടീച്ചർ പറഞ്ഞ ഖസാക്കെടുത്താലും പാലക്കാടൻ ഭാഷ, ഈ ഭാഷകളാണ് യഥാർത്ഥത്തിൽ ഒരു കൃതിയെ ഏറ്റവും മഹത്താക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ള ഒരു കാര്യവും
ഞാൻ സാബു വായിച്ച പാരഗ്രാഫ് തന്നെ വായിക്കുന്നതിൽ ക്ഷമിക്കണം. കാരണം എന്നെ വളരെയധികം പിടിച്ചിരുത്തിയ, വായിച്ചിങ്ങനെ പോവാൻ തോന്നുന്ന, പറയുകയാണെങ്കിൽ കുന്നും മലയും വെള്ളവും നിറഞ്ഞ ഒരു കിഴക്കൻ നാട്, അതാണ് ഉടുകുന്ന്. പക്ഷേ കല്ലുമലയുടെ തെക്കേ കോണിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അടിവാരത്തിലൂടെ ഒട്ടും തുളുമ്പാതെ ഒതുക്കത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന തച്ചിറത്തോട് അരികു ചേർന്ന് പച്ചയിൽ സ്വർണം വിളഞ്ഞു നിൽക്കും പോലെ ഒഴുവേലി പാടം. കിഴക്ക് ഭാഗത്തെ കുന്നിൻ ചെരുവിന് താഴെയായി ഉടുകുന്നിൻ്റെ വിശ്വാസമായ കരിമുട്ടത്ത് കാവ്. ഒരു ഭഗവതീനെ കുറുമ്പിയാക്കി മലയാളത്തിൽ അവതരിപ്പിച്ച് നാട് മുഴുവനും നടക്കുന്ന ഒരാളാണ് ധന്യ. ഈ ഭാഷയുടെ ഒരു ഭംഗി, കാരണം ഏത് പുസ്തകം കിട്ടിയാലും അതിലൊക്കെ ഞാൻ തപ്പുന്ന ഒരു കാര്യം മലയാളമാണ്. നല്ല മലയാളത്തിലുള്ള ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടി വലിക്കുന്നില്ല, കാരണം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ സംസാരിക്കാനുണ്ട്. എൻ്റെ സ്നേഹം, അഭിനന്ദനം, ആശംസ എല്ലാം ധന്യയ്ക്ക് അറിയിക്കുന്നു. സ്നേഹം, നന്ദി. നന്ദി മാഷെ. മാഷിന്റെ വാക്കുകൾ എപ്പോഴും അമൃത് പോലെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഓരോ പ്രകാശനത്തിനും വന്നിരിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, മാഷ് പറയുന്ന വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നന്ദി. അടുത്തത് എഴുത്തുകാരിയിലേക്കാണ്. എഴുത്തുകാരിയെ പറ്റി പറയുമ്പോൾ അടൂരിൻ്റെ മകൾ, ഞാൻ അടൂരിൻ്റെ മരുമകൾ. ഇപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങിൽ സാന്നിധ്യമായതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് തന്നെ കേൾക്കാം, കർണാഭരണത്തെ കുറിച്ച് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. പുസ്തകത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അത് എഴുതി കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലും പറഞ്ഞതുപോലെ തന്നെ, എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ പുസ്തകമല്ല, അത് വായനക്കാരുടേതാണ്. എൻ്റെ മനസ്സിൽ ഞാൻ എന്തും കണ്ടുകൊണ്ട് എഴുതി എന്നുള്ളതല്ല, എന്തുമാത്രം നിങ്ങളിലേക്ക് എത്തി, നിങ്ങളെന്താണ് കണ്ടതെന്നാണ് എനിക്കറിയേണ്ടത്. പുസ്തകം വായിക്കുക, വായിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക. ഈ പുസ്തക പ്രകാശനത്തിൽ, കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിലും എനിക്ക് പ്രത്യേകിച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. ശരിക്കും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് വായിച്ചതിന് ശേഷം അതിനുള്ള അഭിപ്രായങ്ങൾ, അവരുടെ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള റിവ്യൂസ് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ ഈ പുസ്തകത്തിനൊപ്പം നിന്ന കുറച്ച് പേരോട് എനിക്ക്, അതൊരു ഫോർമാലിറ്റി അല്ല, പക്ഷേ അവരോട് പറയാതിരിക്കാൻ വയ്യ. പല കഥകളും ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലൊക്കെ ഞാൻ എഴുതി പകുതിയാക്കി നിർത്താറാണ്. പൂർത്തീകരിച്ചവ വളരെ ചുരുക്കമാണ്. പല കഥകളും പൂർത്തീകരിച്ചതിൻ്റെ ഒരു റീസൺ, ഞാൻ പകുതി വെച്ചത് കാണിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബാക്കി വായിക്കാൻ കാണിക്കുന്ന ഒരു ആകാംക്ഷയാണ് ഈ പുസ്തകം പൂർത്തീകരിക്കുന്നതിന് ഒരു കാരണം. പിന്നെ പ്രതാപൻ സാറ് എവിടെ വെച്ച് കണ്ടാലും എഴുതുന്നില്ലേ, ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അത് കഴിഞ്ഞ വർഷം ആവർത്തിച്ചു, ഞാൻ ചെയ്തില്ല. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എല്ലാം മടിച്ചി എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അതും ഒരു റീസണാണ്. ഞാൻ മടിച്ചല്ല എന്ന് സാറിനോട് പറയുകയാണ്. ഞാൻ ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്തു. അത് ഹരിതത്തെ കൊണ്ട് തന്നെ പബ്ലിഷും ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മടിച്ചെന്ന് പറയണ്ട. അടുത്തത് എൻ്റെ പ്രിയ സുഹൃത്ത് റാസിക്ക്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം കാണുന്ന രണ്ടുപേരാണ്, പക്ഷെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരെന്ന് വേണം പറയാൻ. ചേച്ചി എഴുതുന്നില്ലേ, എന്താ എഴുതിയത്, അവിടെ ഇങ്ങനെ ഒരു പുസ്തകം ഒരു ഇതിൽ കൊടുക്കാൻ വേണ്ടി എഴുതുന്നില്ലേ, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയും ഈ പുസ്തകത്തിൻ്റെ കഥ ഒരു പാർട്ട് ഞാനൊരു കഥയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചത് ശരിക്കും പറഞ്ഞാൽ റാസിക്ക് പറഞ്ഞിട്ടാണ്. റാസിക്കിന് ഒരുപാട് നന്ദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നതിന്. പിന്നെ എൻ്റെ പുസ്തകത്തിനൊപ്പം നിന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഗംഗ എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കഴിഞ്ഞ പുസ്തകത്തിലും. പിന്നെ അനീഷ്, വിൻസി, ഇവരൊക്കെ ഞാൻ ആദ്യം എഴുതി ഇത് വായിച്ച കുറച്ച് സൗഹൃദങ്ങളിൽ പെടുന്ന ആൾക്കാരാണ്. അവരൊക്കെ എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അജിതിനോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയണ്ട, അതൊരു ഫോർമാലിറ്റി ആയിപ്പോവും, എന്നാലും ഞാൻ പറയുകയാണ്.
എപ്പോഴും ഞാൻ അജിത്ത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തും വായിക്കുന്ന ഒരാളും. ഞാൻ വായിക്കുന്ന ഏത് പുസ്തകവും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പുള്ളിയാണെങ്കിൽ നേരെ തിരിച്ച, കുറച്ച് വായിക്കും, നല്ലതല്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ എൻ്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ഞാനൊരു കഥ പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്നൊരു താല്പര്യം എന്നെ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. പ്രതീക്ഷയുടെ ചുമതലയിലിരിക്കുന്ന അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ്സും ഒക്കെയാണ്. അതിനിടയ്ക്ക് തിരക്കിലും എപ്പോഴും പുസ്തകത്തിൻ്റെ കാര്യവും എഴുത്തിൻ്റെ കാര്യവും ഒക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. ഗീത ചേച്ചി, എൻ്റെ ഗീത ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒച്ച ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ ഗീത ചേച്ചി ഒരുപാട് നന്ദി. ഷാബു, മുരളി മാഷ്, പിന്നെ നമ്മുടെ വെള്ളിയോട്, അദ്ദേഹം തുടക്കനാണ്. എൻ്റെ എഴുത്തിനൊപ്പം എപ്പോഴും കാണുമ്പോഴേ എന്തായി എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും, അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. റീനറ്റ് ടീച്ചറിനെ എനിക്ക് പരിചയം സലീമിക്കയുടെ വൈഫ് എന്നുള്ള രീതിയിലാണ്. പിന്നാണ് റീനറ്റ് ടീച്ചറിൻ്റെ എഴുത്തും മറ്റ് കാര്യങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞത്. റീനറ്റ് ടീച്ചറിന് ഒരുപാട് നന്ദി. സലീമിക്ക ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. സലീമിക്കയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ എഴുതിയ സമയം തൊട്ട് UAE അറിയുന്ന ഒരാളാണ്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സലീമിക്ക, താങ്ക് യു. സമയം വളരെ കടന്നുപോയിരിക്കുന്നു. ഇനി ആശംസകൾ അർപ്പിക്കുന്നതിന് കുറച്ച് സമയമേ ഉള്ളൂ. ക്ഷണിക്കുന്നു ശ്രീ പ്രതാപൻ. തീർച്ചയായും ഒരു ആശംസ ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എൻ്റെ മുന്നിൽ എഴുതി തെളിഞ്ഞു വന്ന ഒരാളാണ്. ആദ്യമായിട്ട് ഞാൻ ധന്യയെ കാണുന്ന സമയത്ത് ധന്യ ഒരു ചെറിയ കുറിപ്പുമായിട്ടാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെയുള്ള എഴുത്തുകാരിനേക്കാൾ കൂടുതൽ എഴുത്തുകാരികൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായത് ധന്യയുടെ ആ കുറിപ്പിൽ നിന്നാണ്. അത് പിന്നീട് ഒരു പുസ്തകമായി വളർന്നു. ഇപ്പോൾ രണ്ടാമത്തെ നോവലായിട്ട് വരുന്നു. രണ്ടാമത്തെ നോവൽ തീർച്ചയായും ഷാബു പറഞ്ഞതുപോലെ കുറേ കൂടി ആഴമുള്ള ഇതിവൃത്തമായിട്ടും ഭാഷാപരമായിട്ടും ഒക്കെ വന്ന മാറ്റങ്ങളുണ്ട്. നിങ്ങളത് വായിക്കുക എന്തായാലും. പക്ഷേ എനിക്കതിലല്ല അത്ഭുതം തോന്നിയത്. ഈ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു സത്യത്തിൽ. കേരളം ഇന്ന് അവിടെ ഇല്ല. കേരളം നിങ്ങൾ ഈ കാണുന്നൊന്നും കേരളമേ അല്ല. ഇന്ന് കേരളം അവിടെ ഇല്ല. ധന്യയുടെ മനസ്സുകളിലൊക്കെയാണ് ഇപ്പോൾ കേരളം ഉള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവാസികളുടെയൊക്കെ മനസ്സിൽ. സത്യം കേരളം ഞങ്ങൾക്ക് അനുഭവപ്പെടാതെ പോയത് ഇത്രത്തോളം തീക്ഷ്ണമായി തൻ്റെ നാടിനെ കൊണ്ട് നടക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് പോലും കഴിയാത്തൊരു കാര്യമാണ്. കേരളത്തിൽ താമസിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. കർണാഭരണം വായിക്കുമ്പോൾ നിങ്ങൾ ഒഴുകുന്ന എന്നൊരു ദേശത്തെത്തും. ഒഴുകുന്നൊരു ദേശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് കുറേ മനുഷ്യരെ കാണാൻ പറ്റും. ആ മനുഷ്യരിൽ ലൂക്കോയുണ്ട്, ഉമ്മനുണ്ട്. ഉമ്മനെയും ലൂക്കോനെയും ചേർന്നുകൊണ്ടാണ് നമ്മളിതിനെ വായന കൊണ്ടുപോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ യശോദയെ കാണാൻ പറ്റും. വാസവദത്തെ പോലെ ലൈംഗികത ആസ്വദിച്ചു കൊണ്ടിരുന്ന യശോദ നൽകുന്ന ദാർശനികതയുണ്ട്. ആ ദാർശനികത നമുക്ക് അങ്ങേയറ്റം മഹത്തരമായിട്ട് ഇതിൻ്റെ വായന നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ, കോവാലൻ എന്ന കഥാപാത്രം, 70കളിലെ നിർബന്ധിത വന്ധ്യംകരണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥ, ഇങ്ങനെ പല അവസ്ഥ, ബിഷപ്പിൻ്റെ അവസ്ഥ, ഇങ്ങനെ പല അവസ്ഥകളും അതിമനോഹരമായിട്ട് ഋജുരേഖയിലല്ല കർണാഭരണം പോയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ബൗദ്ധികമായിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരും ഇതിൻ്റെ പല പല ഘട്ടങ്ങളെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ. അങ്ങനെ അധ്വാനിച്ച് നമ്മൾ ഈ പുസ്തകം വായിച്ച് തീർക്കുമ്പോൾ നമ്മൾ സാങ്കല്പികവും യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു വലിയ ദേശത്ത് എത്തിച്ചേരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്ത് ധന്യയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഒരു 15 വർഷം മുമ്പാണ് ധന്യയെ പരിചയപ്പെടുന്നത്. 2 സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ നിലയ്ക്കാണ് ഞാൻ ധന്യയെ പരിചയപ്പെടുന്നത്. എൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന പ്രതീക്ഷ എന്നാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിൽ കുറച്ച് സപ്പോർട്ട് വേണ്ടവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അസോസിയേഷൻ, രഞ്ജൻ അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ധന്യ. അത് പറഞ്ഞതിൻ്റെ കാരണം ധന്യ ഞങ്ങളുടെ സംഘടനയുടെ ഒരു അംഗമാണെന്നുള്ളതിൽ വളരെയധികം അഹങ്കാരവും സന്തോഷവുമുണ്ട്. ഇതിൽ ഞാൻ പെട്ടെന്ന് നിർത്താം. മലയാളം വായിക്കാൻ അറിയാവുന്നവർക്ക് നേരത്തെ ഷാബുവും മുരളിമാഷും പറഞ്ഞാൽ പത്തനംതിട്ട ആ ഭാഗത്തെ ഒരു ഭാഷാ ശുദ്ധി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൺഫൈൻഡ് ഏരിയയിൽ
നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് പറയണമെങ്കിൽ നല്ല ഭാഷ എന്താണെന്ന് അറിയണം, എന്നെങ്കിൽ അത് ഒരാൾ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല മലയാളം മനസ്സിലാക്കി കുരച്ച് അരിയാതെ അല്ലെങ്കിൽ കുരച്ച് പറയാതെ ഒക്കെ ഇരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ധന്യ എഴുതിയിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ വായിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലപ്പേരാണെന്ന് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി കുറച്ചാണ്, നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ ഓരോ സംഭവം നിങ്ങൾക്ക് ഓരോരുത്തരും കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. അതായത് അജിത്ത് പറഞ്ഞപ്പോൾ ഉഴുന്ന് എടുത്ത് പാതി മാറ്റി വെച്ചു. പ്രതാപേട്ടൻ മടിച്ചിന്ന് വിളിച്ച മടിച്ചിയെ മണിച്ചിയാക്കി ഒരു കഥാപാത്രമാക്കി, ഉഴുന്നിൻ്റെ ഇടയ്ക്ക് ഒരു പൂ ഇട്ട് ഒഴുകുന്ന എന്ന സ്ഥലം ഉണ്ടാക്കി, പാതി എടുത്ത് അതിനിടയ്ക്ക് ഒരു റോ ഇട്ട് പാർവതി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടാക്കി. ഇങ്ങനെ പല പല സംഭവങ്ങൾ നിങ്ങൾക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടും. മൊത്തം കഥ പറയുന്നില്ല. സുഹൃത്തിന് എല്ലാവിധ ആശംസകളും. ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു. ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം ഗീതേച്ചി. എല്ലാവർക്കും നമസ്കാരം. ധന്യയുടെ ആദ്യ പുസ്തകം കുറുമ്പി ഭഗവതി KP രാമനുണ്ണിയിൽ നിന്ന് ഞാനാണ് സ്വീകരിച്ചത്. വീട്ടിൽ നിറയെ പുസ്തകമാണ്, എങ്കിലും കുറച്ച് പുസ്തകം എനിക്ക് പ്രാധാന്യം തോന്നി. കുറച്ച് പുസ്തകങ്ങൾ ആ പൂജാമുറിയിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു പുസ്തകമാണ് കുറുമ്പി ഭഗവതി. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊടി തട്ടും, മറ്റു പൊടിയല്ല, ചന്ദനത്തിരിയുടെ പൊടി. പിന്നെ ധന്യ എന്ന് പറയുമ്പോൾ വളരെ ക്ഷമ കൂടുതലാണ്. ക്ഷമ ഉള്ളിടത്ത് വിജയം ഉണ്ടാവും. എന്താ വെച്ചാൽ ഏത് സമയം സ്ലോട്ട് പ്രശ്നമല്ല, ഏത് ദിവസം പ്രശ്നമല്ല, ഏത് രാവിലെയാണെന്നെ പ്രശ്നമില്ല. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പക്വത ഞാൻ പറഞ്ഞു. പിന്നെ ധന്യ ചെറുതാണ്, പക്ഷെ അവളെ ചിന്തകൾ വളരെ വലുതാണ്. അതുകൊണ്ട് എഴുത്ത് ലോകത്ത് അവൾ വലിയവളാകട്ടെ. എല്ലാവിധ ആശംസകളും.